യെസ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഞങ്ങളിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ മർലനഹള്ളി. ഇത് കർണാടക ആന്ധ്ര ഒരു ബോർഡറിന് ഏകദേശം ഒരു ബോർഡറിനടുത്താണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലോഡ് അരിയാണ്. അരി എടുത്തുകൊണ്ട് നേരെ തമിഴ്നാട് കാങ്കയം പെരുന്തുറ അടുത്ത്, അതായത് ഇനിയും അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈറോഡിൻ്റെ ഒരു സൈഡ്, തമിഴ്നാട് ഈറോഡിൻ്റെ അടുത്ത സൈഡ്. അപ്പോൾ നമ്മൾ ആ JSW പെയിൻറ്റ് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ലോഡ് ഇറക്കിയിട്ട് അവിടുന്ന് അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പുറത്ത് ഒരു ലോറി പാർക്കിങ് വന്നിട്ട് അവിടുന്ന് രാത്രി ഒരു 2 മണി ആയപ്പം അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഒരു 70 കിലോമീറ്റർ ഇങ്ങോട്ടത്തേക്കുണ്ട്. അതായത് ബെല്ലാരിയിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ടത്തേക്കുണ്ട്. എന്താ പറ്റി? ഇവിടുന്ന് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അണ്ണൻവണ്ടി തോന്നുന്നുണ്ട്. അപ്പോൾ അണ്ണൻവണ്ടി ഇവിടുന്ന് ലോഡ് കയറ്റുന്നത് സെയിം ഇടത്തുനിന്നല്ല, പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ചാണ് പോകുന്നത്. കാങ്കയത്തേക്കാണ്, തമിഴ്നാട്ടിലേക്കാണ് സെയിം 2 ലോഡും. പക്ഷേ ഇപ്പോൾ ലോഡ് എടുക്കുന്നത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറി പോകണം. പുള്ളിക്ക് ഒരു 10 കിലോമീറ്റർ വ്യത്യാസത്തിൽ ലോഡ് എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം കഴിച്ചിട്ട് വരാം. അങ്ങനെ ഒരു വട. ഇതാണ് നമ്മുടെ ഐറ്റംസ്. നല്ല മുരിഞ്ഞ വട. വട അടിപൊളി. സൂപ്പർ. ഓൾ പെർഫെക്റ്റ്. ഒരു അടിപൊളി വടയും കിണ്ണം കാച്ചി വട. അണ്ണൻ്റെ വണ്ടി പോവാം. അണ്ണൻ്റെ കൂടെ ഓക്കെ. അണ്ണൻ്റെ കൂടെ വഴികാട്ടിയുണ്ട്. അപ്പം നമുക്ക് വഴികാട്ടി നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല കിടിലം പൂരിയും നല്ല കിടിലൻ അതിനൊത്ത കിഴങ്ങ് കറിയും ചമ്മന്തിക്കറിയും ലഡു. നമുക്ക് ഞാൻ അവരുടെ പുറകിൽ പോവാം. ഓക്കെ. യെസ്, കൊല്ലാമേ. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ വഴി മൊത്തം കൃഷികളാണ്, നെൽപ്പാടങ്ങളും കാര്യങ്ങളും മൊത്തം. ഈ വഴി മൊത്തം കൃഷിയാണ്, കണ്ടോ? യെസ്. അപ്പോൾ അവർ റോഡിൻ്റെ അവിടെ വരെ, നമ്മുടെ കൂട്ടത്തിൽ വന്നവരെ റോഡിൻ്റെ അവിടെ വരെ വന്നിട്ട് അവർ ഇങ്ങോട്ടൊരു ഇടവഴി കാണിച്ചു തന്നിട്ട് ഇവിടെ ഒരു റെയിൽവേയുടെ ബ്രിഡ്ജ് പോകുന്നുണ്ട്. കണ്ട് ഇതിൻ്റെ താഴെ റെയിൽവേയാണ്. ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് കഴിഞ്ഞ് 1 കിലോമീറ്റർ റൈറ്റ് സൈഡിൽ നിർത്താനാണ് അവർ പറഞ്ഞതെന്നാണ് ഇവൻ പറയുന്നത്. കാരണം അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടിയുടെ ഒരു പുള്ളിക്കാരൻ സൈഡ് കൈ കാണിച്ചിട്ട് പറഞ്ഞ് അതുകൊണ്ട് ഇവിടെ ഈ സൈഡിലോട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. അവിടെ ഞങ്ങൾ വന്നേ ഈ സൈഡിലോട്ട് ഒതുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇവിടെ കുറച്ച് നേരം ഒതുക്കി ഇട്ടു. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് വണ്ടി ഇവിടെ ഒതുക്കിയിടാൻ പറഞ്ഞു. അപ്പോൾ കൺഫ്യൂഷനായി. ഇനി മറ്റേ പുള്ളി പറഞ്ഞത് റെയിൽവേയുടെ ബ്രിഡ്ജ്. ഞാൻ വേണ്ടി ചോദിച്ചേട്ടാ, ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണോ റൈറ്റ് സൈഡിലാണോ അതോ അതിന് മുന്നേ ആണോ? അപ്പോൾ ഇവൻ പറഞ്ഞ് കൺഫേം ആയിട്ടും പറഞ്ഞ് ഇല്ല, ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഈ കാണുന്ന ബ്രിഡ്ജ് അത് മറ്റേ അത് അതിൻ്റെ അടിയിൽ കൂടെ ഇത് പോവുക, റെയിൽവേ പാളം പോവുക. പക്ഷെ ഞാനിപ്പം ഇവിടെ ആൾക്കാരുടെ ഇങ്ങനെ തിരക്കി ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് അരിയല്ല നെല്ല കേട്ടോ ഇവിടുന്ന് ലോഡ്. ഇവിടുന്ന് സത്യം പറഞ്ഞ ലോഡ് കയറ്റാനുള്ളത്. അതിൻ്റെ ചവിട്ടില്ല ഈ വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ടാണ് ഇവിടെ കിടന്ന് എന്നെ കൊണ്ട് തോണ്ട ആ പാലത്തിൻ്റെ അപ്പുറം വരെ എന്നെ നടത്തിച്ച്. എന്നിട്ട് തിരിച്ചു വന്ന് ചോദിച്ചപ്പോഴാണ് സംഭവം ഇതാണെന്ന് മനസ്സിലായത്. എന്നാൽ പിന്നെ ഇത് വായിച്ച് ഞാനിവിടെ ആദ്യം നോക്കിയപ്പോൾ എനിക്കിതൊന്നും മനസ്സിലായില്ല. കാരണം ഇത് എഴുതിയിരിക്കുന്ന ലാംഗ്വേജ് ഈ ലാംഗ്വേജ് ആയതുകൊണ്ട്
ഈ ലാംഗ്വേജ് ആയതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. ഡോ ഡോ നിന്നോട് പുള്ളി എന്തോ പറഞ്ഞേ? എവിടെ നിൽക്കാനാ പറഞ്ഞേ? എവിടെ നിൽക്കാനാ? പാലത്തിന്റെ എവിടെ? ഇവിടോ? ആദ്യം പറഞ്ഞ പുള്ളി എന്തോ പറഞ്ഞേ? ഏത് കഴിഞ്ഞിട്ട്? പാലം കഴിഞ്ഞ റൈറ്റ് സൈഡ് മൈതാനം ഒന്നുമില്ല, കുറെ കച്ചി മാത്രമേ ഉണ്ട്. റെയിൽവേയുടെ ഇതാ റെയിൽവേ. എവിടെ ഗോഡൗണൊന്നുമില്ല. ആ ഇത് ഗോഡൗണാ, നെല്ലിന്റെ ഗോഡൗണാ. നീ അറിഞ്ഞോണ്ട് നീ ഇവിടെ കൊണ്ട് നിർത്തിയതാ, എന്നിട്ട് എന്നെ കൊണ്ട് റൗണ്ട് അടിപ്പിച്ചതാ അല്ലയോ? ആ നീ തന്നെ. നീ അറിഞ്ഞുകൊണ്ട് ഈ ഗോഡൗണിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ചവിട്ടി നിർത്തിയിട്ട് എന്നെയും കൊണ്ട് അവൻ ചെയ്യാണ്ട് ലോകം മൊത്തം നടക്കിപ്പിച്ച്. ഇത് ഗോഡൗണാ നെല്ലിന്റെ. എന്തോ? ആ ഞാൻ ആദ്യം നെല്ലിൽ എന്തുവാ കന്നഡയിലൊന്ന് ഞാൻ തിരക്കി, അപ്പൊ നെല്ലു എന്നാ പറയുന്നേ. ആ നിന്റെ പേര് മാറ്റി ജമിനി നോക്കിയില്ലേ? ആ ഇപ്പഴാ പറഞ്ഞേ. ആ ഇല്ല കേട്ടില്ല. അപ്പൊ ഞാൻ അകത്തോട്ട് കയറ്റണോടാ? ഞാൻ റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പൊ ഇതൊരു നെല്ലിന്റെ ഗോഡൗണാ സംഭവം. അപ്പൊ ഇവിടെ അല്ല, ആ പുള്ളി പറഞ്ഞതുപോലെ തന്നെ റെയിൽവേ താണ്ടി കുറച്ച് അങ്ങോട്ട് പോകണം. പോകുന്നിടത്ത് ഞാൻ ഈ മറതയോടെ എങ്ങനെ ഞാൻ പറയും? എടാ ഇവിടെ നല്ല കയറ്റുന്നത്, ഇവിടെ നിന്നില്ല. ഇവിടെ നല്ല കയറ്റുന്നത്, ഇവിടെ നല്ല കയറ്റുന്നത്. അവരുടെ ഗോഡൗൺ ഉണ്ട്. അത് ഈ പുള്ളി പറഞ്ഞ ബ്രിഡ്ജ് താണ്ടി അങ്ങ് പോകണം. എന്തായാലും ബ്രിഡ്ജ് താണ്ടി ഇവിടെ റൈറ്റ് സൈഡ് ഫുള്ള് മൈതാനം ഒന്നുമില്ല. ആണോ? അപ്പോൾ അങ്ങ് നേരെ നോക്കുമ്പോൾ ഒരു ഗോഡൗൺ ഉണ്ട് അങ്ങ് ദൂരെ. അപ്പം അങ്ങ് വരെ പോകണം. അപ്പം അങ്ങ് പോവും, നേരെ പോവും. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞ പുള്ളി അല്ലല്ലോ നിൽക്കാൻ പറഞ്ഞേ. ആ അപ്പം നമുക്ക് നേരെ പോവാം. വാ. ആ അണ്ണേ, ഈ നെല്ലു ഗോഡൗണ്, നെല്ലു ഗോഡൗൺ, നെല്ലു लोड हाँ गोडाउन से उधर है 2 किलोमीटर है राइट साइड है। ओ ओके നമുക്ക് അങ്ങോട്ട് തന്നെ വിടാം. കൊച്ചു പിള്ളേർ അണ്ണന് ഫാൻസ് ആയി കേട്ടോ. എന്ത് വശമാണ് അവർക്ക് കലക്കി കൊടുത്തത്? അടിതാണ് റെയിൽവേയുടെ. ആ എന്താ കണ്ടിട്ട് പിടിക്കുന്നില്ലേ? ട്രെയിൻ പോയായിരുന്നേ കാണിക്കായിരുന്നു. ഫുള്ള് വേസ്റ്റാ, എല്ലായിടവും മൊത്തത്തിൽ വേസ്റ്റാ. ഇത് പണിയാട്ടോ, പണിയട്ടെ. ഇവിടെ ആണായിരുന്നു അത്. ഞാൻ വിചാരിച്ചു പശു പ്രാവലായിരിക്കും. ഫുള്ള് കൃഷിയാ, എല്ലാം ഉഴുതു മറിച്ചിട്ടിരിക്കുക അടുത്തതിന് വേണ്ടി. കർഷകരാണ് അടി കാണുന്നതാണെന്നാണ് വണങ്ങിയത്. റൈറ്റ് സൈഡ് അടച്ചു കൂട്ടിട്ടിരിക്കുവാണോ മുന്നേ? അയ്യോ ചുമ്മാ അല്ല, ലെഫ്റ്റ് സൈഡ് ഒതുക്കാൻ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ കൂട്ടിയിട്ടിരിക്കുക. എവിടെ കൊണ്ട് ഇനി വണ്ടി തിരിക്കും? മുന്നേ ഇങ്ങനെ ഒരു ചതി ഉണ്ടാവുന്ന അറിഞ്ഞില്ല. ഇപ്പഴല്ലേ രണ്ടാമത്തെ നമ്മളടുത്ത് സൈഡിൽ ഒതുക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായത്. അത് മനസ്സിലാവണ്ടേ?
പൂട്ടിയിട്ടിരിക്കും. എടാ അവിടെ നോക്കാം, ഒരു നോക്കാം. എടാ ഇവിടെ വണ്ടി ഇറക്കാൻ പറ്റുമോ? താന്നു പോയാൽ എന്തോ ചെയ്യും? ഇത് എതുവഴി എങ്ങനെ ഇറക്കും? വണ്ടി ഇരുത്തി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഏ അയ്യോ, എടാ പൂട്ടിയേക്കുവോ? തൽക്കാലം ഒരു ബസ് വല്ലതും പോകുന്ന രീതിയിൽ കൂടെ ഒരു ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കണം. അവിടെ കുറച്ചുണ്ട്, ആ ഗ്യാപ്പിൽ നിർത്തി കൊടുക്കും. ഈ പണി പാടി. ഇപ്പൊ സമയം 8:30 ആയതേ ഉള്ളൂ. ചിലപ്പോ 9 മണിക്ക് ഓരോ തുറക്കുമായിരിക്കും. എടാ മതിടാ മതിടാ മതിടാ, മതി 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 മതി. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്താ അങ്ങോട്ട് വെച്ചിരിക്കാൻ സ്ഥലമൊന്നും ഇല്ല. അവിടെ നീളത്തിൽ കിടക്കും റോഡ്. അപ്പുറം ഇപ്പുറം ഫുള്ള് കണ്ടം വയലും ഒക്കെയാണ്. അപ്പം ഇപ്പം ചോദിച്ചപ്പോൾ ഇതാണെന്നാണ് പറഞ്ഞത്. അവരും പറഞ്ഞ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ കഴിഞ്ഞ് റൈറ്റ് സൈഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒതുക്കി നോക്കാം. എടാ 8:30 ആയുള്ളൂ. ഒരു 9 മണി വരെ വെയിറ്റ്. 9 മണി ആകുമ്പോഴത്തേക്ക് അവർ വരുമായിരിക്കും. 8:30 ആയുള്ളൂ. ഒരു 9 മണി ആകുമ്പോഴത്തേക്ക് അവർ വരുമായിരിക്കും. ആണ്ട നല്ല കാറ്റും കൊണ്ട് നല്ല വേണ്ട കിളികളുടെ സൗണ്ടും കേട്ട് അടിപൊളി. നൈസ് സീനില്ല മോനെ. അവിടെ നിന്നിട്ട് എന്തെടുക്കാനാ? യെസ്, അപ്പോൾ അവർ വന്നു, തുറക്കാൻ വന്നു. ഇനിയിപ്പോൾ സീനില്ല. അവരും കൂടെ വന്നിട്ട് ഗേറ്റ് തുറന്നിട്ട് നമ്മൾ അകത്ത് വണ്ടി കയറ്റുവാണെങ്കിൽ സീനില്ല. ബാക്കി അവർ നോക്കിക്കോളും. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ തന്നെ കൺഫേം ആയി അവർ വന്നു ഇവിടെ. യെസ്, അപ്പോൾ അവർ വിളിച്ചു. നോക്കട്ടെ അമ്മ. നേരെ പോയിട്ടേ റിവേഴ്സ് എടുക്കണേ. പോട്ടെ പോട്ടെ പോട്ടെ. മതി മതി. ഓ ഇവിടെ ഓക്കെ. ആ ഫ്രണ്ട് നോക്കണം. 1 മിനിറ്റ്. വാ ഓടിച്ചേ. വാ നേരെ 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 നേരോ നേരോ. ഇഞ്ഞോടി ഓടി ഓടിച്ചേ. വാ വരട്ടെ. കാലോട് പോട്ടെ. കാലെടുത്തു. ഓ ഷിറ്റ്. മതി. നേരല്ല, കുറച്ച് റൈറ്റ് ആക്ക്. നീ റൈറ്റ് ആക്ക്. ഇനി നേരെ. വീല് നേരെ. പോട്ടെ. തൊണ്ടയിലെ വെള്ളം പറ്റി. എൻ്റെ വോക്കി ടോക്കി ഉണ്ടായിരുന്നെങ്കിൽ ഇനി എങ്ങോട്ടാന്ന് വെച്ചാൽ കിട്ടും. ഇവിടെ ടയർ പിടിച്ചു. കാരണം ഇവിടെ എന്തെങ്കിലും വന്ന് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല വണ്ടി. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ ഏതെങ്കിലും ട്രാക്ടറെല്ലാം പിടിച്ച് വലിച്ചാലേ ഉള്ളൂ. ഇവിടെ ലോക്കായി കഴിഞ്ഞാൽ ലോക്കായി. വണ്ടി വേറെ തിരിക്കാൻ വേറെ വഴിയില്ല. കണ്ടോ റോഡ് കിടക്കുന്നുണ്ടോ? ഇവിടെ വേറെ എങ്ങും തിരിക്കാൻ സ്ഥലമില്ല. കാരണം അങ്ങ് ഫുള്ള് 2 സൈഡ് ഫുള്ള് കണ്ടോ, കിലോമീറ്ററോളം കിടക്കുക. അല്ല വന്ന വഴി തന്നെ തിരിച്ച് റിവേഴ്സ് പോകണം.
അത് നല്ല ദൂരമുണ്ട്. കഴിഞ്ഞ അവിടെ ആയിട്ടുണ്ട്, ഷട്ടർ തുറന്നു. യെസ്, അപ്പോൾ അവർ വന്നു, സാധനം ലോഡ് കയറ്റി തുടങ്ങി. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകുമ്പം മഴ പെയ്ത അടി വെള്ളം ഇത് നനയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ടാർപ്പ് ഇട്ടത്. അപ്പോൾ അവർ ചോദിച്ചു ടാർപ്പ് ഇടണമെന്ന് ചോദിച്ചു, അടി പടുത ഇടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബൈ ചാൻസ് മഴ പെയ്താൽ അറിയാൻ പറ്റത്തില്ല, ഒന്നാമത് നല്ല മഴയും കൂടാ. ഓക്കെ, അപ്പോൾ ഇനി ലോഡ് എടുത്തിട്ട് നമുക്ക് ഇട്ടേക്കാം. യെസ്, സമയം ഇപ്പം 11:30. ലോഡെല്ലാം ഓൾമോസ്റ്റ് കയറി കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി ടാർപ്പ് കിട്ടുക, അത്രയേ ഉള്ളൂ പരിപാടി. ഇടയ്ക്കൊരു മഴക്കോട് പോലെ വന്നു, ഞാൻ വിചാരിച്ച് മഴ പെയ്യുന്നു. മഴ പെയ്താൽ പണി പാളും. നോക്കി, ഇഷ്ടം പോലെ ആടുകൾ ആട്ടിടനിരിക്കുന്നു. എന്തോരം ആടുകൾ, നൈസ്. ആ ബാഗ് ഓക്കെയാ, ഹൈറ്റ്. ആ അവിടെ എത്ര ഹൈറ്റ് ഉള്ളോ? അവിടെ ലെങ്ത് അത്രേ ഉള്ളോ? भैया ए साइड कुछ नीचे डालो, ओ साइड नहीं അവിടുന്ന് കുറച്ചും കൂടെ വലിച്ചേക്കു സെന്ററിൽ നിന്ന്. ആ എടാ അവിടെ ഓക്കെ അല്ലേ? ആ ഇത്ര ഇത് മതി, കറക്റ്റാ, കുഴപ്പമില്ല. थोड़ा वो साइड डालो. हाँ ओ ओ ओ ओ ओ बस ए साइड അവിടെ ചവിട്ടിക്കണേ, അവിടെ അത്ര മതി. ആ ഓ അവിടെ വലിക്കില്ല. भाई वो साइड बस അവിടെ അത്ര മതി, വലിക്കില്ല. അവിടെ സൈഡ് വലിക്കില്ല, അവിടെ ഓക്കെ. ഏ സൈഡ് ഓക്കെ 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 ഏ സൈഡ് ഓക്കെ. भाई ओके 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 ടാർപ്പ് കിട്ടു, 2 ടാർപ്പ് കിട്ടു. നമ്മൾ
പ്ലാറ്റ്ഫോമിനകത്തും ടാർപ്പ് ഇട്ടു. ലോഡ് കയറ്റിയതിന് ശേഷം മുകളിൽ ഒരു ചെറിയ ടാർപ്പ്, മീൻസ് ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സൈസ് ഇല്ല, എന്നാലും നമ്മൾ ആദ്യം കണ്ടില്ലേ അതിട്ടു. അതിൻ്റെ മുകളിൽ വലിയ ടാർപ്പ് ഇട്ടു. ഇനിയിപ്പോൾ നമ്മുടെ കയറ് കെട്ടിയിട്ട് നമ്മൾ വെളിയിലാണ്. ആ റോഡ്, മെയിൻ റോഡിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെയാണ് നമ്മൾ വെയിറ്റ് ബ്രിഡ്ജ് കയറിയത്. ഇനി അവിടെ തന്നെ പോയി വെയിറ്റ് നോക്കിയിട്ട് ഇവിടെ നൈസായിട്ട് വിട്ടേക്കുക. ഓക്കെ. യെസ്, ഇപ്പം കയറെല്ലാം കെട്ടി കഴിഞ്ഞു. ഒരു ബോംബെ കെട്ടാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കയറ് നല്ല വേണ്ടി വരും. ബോംബെ കെട്ടാകുമ്പോൾ കുറേ കുരുക്കിട്ടായി ഒരു കെട്ടുന്നത്. നല്ല കയറ് വേണം. കയർ ഇഷ്ടം പോലെ എടുക്കേണ്ടി വരും. കയറ് കഴിയാറായി. ലുക്ക് ബാക്കി കയറ് നോക്കിയിട്ടിരിക്കുക. അതെ അല്ല, അവിടുന്ന് അത് ലോക്ക് ചെയ്ത് അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞു. ഇവിടുത്തെ കഴിഞ്ഞു. ഈ സൈഡിൽ നിന്ന് അങ്ങ് എടുത്താൽ മതി. ഇനി ഇവിടുന്ന് വണ്ടിയായിട്ട് ഇറങ്ങുന്ന ടാസ്ക്, കാരണം ഇവിടെ ഇറങ്ങുന്നതേ ഇച്ചിരി റിസ്ക്കാ. നോക്കാം, ഇവർ പറയുന്നത് കുഴപ്പമില്ല, ഇങ്ങനെ ഇറങ്ങി പോകാനാ പറയുന്നത്. എന്തായാലും നോക്കാം. യെസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് വണ്ടി ഇറങ്ങി. കുള്ളോടി പോട്ടെ കാലോട് പോട്ടെ. പോട്ടെ. പെർഫെക്റ്റ്. ഏടാ മോനെ, അയ്യോ വേണ്ട, മരമുത്ര കയറി അതെ. ഗംഭീര. ഇങ്ങനത്തെ ആക്സിഡന്റാ നമ്മുടെ പുതിയ 16 ലോറി അത് അണ്ണൻ അഴിച്ച് കിട്ടിയതാ. ബ്രോ എന്നാ ആക്സിഡന്റാ? ആക്സിഡന്റ് അല്ലേ? ഓ, ട്രക്ക് പ്രോബ്ലമോ? ആണോ? ആക്സിഡന്റ് അല്ല, അവിടെ ലോറി കംപ്ലൈന്റ് പോകുന്ന വഴിക്ക് ഇവിടെ റോഡ് ഫുള്ള് ബ്ലോക്ക്. അവിടെ വണ്ടി ഉണ്ട്. പോട്ടെ. വണ്ടി എടുക്കും. ഇവിടെ വണ്ടി തിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അതിൽ പറ്റാത്തത് കൊണ്ട് ബസ്സെല്ലാം തിരിച്ചു പോകുന്നു. റോഡ് പണി നടക്കാൻ തോന്നുന്നു ഇവിടെ. അണ്ണന്റെ പുറമെ വെച്ച് പിടിച്ചതാ, കപ്പ് കിട്ടിയെന്ന് തോന്നുന്നു. അടുത്തത് കറക്റ്റ് ആ വളവില് കേറി വരുന്നുണ്ട്. കോപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ബെസ്റ്റ് അയ്യോ അമ്പോ.
കറക്റ്റ് ഈ വഴിയിൽ വണ്ടി ബ്ലോക്കായി പോയല്ലോ. കാറൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഏതെങ്കിലും അതുവഴിയൊക്കെ വണ്ടികൾ പോകുന്നുണ്ടോ? അവിടെ ബസ്സൊക്കെ പോകുന്നുണ്ടോ? ആ വഴി കൂടെ കണ്ടോ? നമുക്ക് കാറൊക്കെ ആണെങ്കിൽ അതിൽ എടുത്തോണ്ട് പോവാം. പക്ഷെ ലോറി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏത് വഴി കൂടെ ആ വണ്ടി പോകേണ്ട ആ വഴി എപ്പോൾ ക്ലിയർ ആവുന്ന അപ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ. ഇവരിവിടെ തുടക്കമാണോ? പെട്ടുപോയി. എന്തൊരു ആക്സിൽ കട്ടയച്ചാ? ഓ, ആക്സിൽ കട്ടയടിച്ചേ. ഓവർലോഡ്. പഴയ വണ്ടി മെക്കാനിക്കൽ ശരിയല്ലേ? ആമോ, എന്താ ലോക്കൽ വണ്ടി ആയതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ തമിഴ്നാട് കേരള ആയിരുന്നെങ്കിൽ ക്രേണമൊന്നും. ഇവിടെ പാലത്തിന്റെ പണി നടക്കുക. പാലം മാത്രമല്ല, റോഡും. അപ്പൊ അതാ വഴി ഇങ്ങനെ വിട്ടിരിക്കുന്നത്. ആംബുലൻസ് ആണോ? അല്ല, കോപ്സോ. തെള്ളി ഇങ്ങോട്ട് വണ്ടി ഈ സൈഡിലോട്ട് നീക്കിടാനായിരിക്കും വണ്ടി. എടാ, അതിന്റെ ആക്സിൽ ഒടിഞ്ഞു പോയി. അതെ, ലോക്കൽ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. തമിഴ്നാട് കേരളമല്ലായിരുന്നെങ്കിൽ അത് കണ്ണനി വന്ന് പറഞ്ഞു. എന്താ അണ്ണൻ പുള്ളി എന്ത് അണ്ണന്തി ആട്ടില്ല. വണ്ടി ഇപ്പൊ വണ്ടി അനങ്ങുന്നില്ലേ? പിന്നെ ഓടിഞ്ഞു ആണോ? വെച്ചിട്ട് പൊക്കുവാ. അപ്പൊ അവിടെ വെയിറ്റ് എടുത്തില്ല. എന്ത് വേങ്ങയാണത്, കപ്പായി പോയി. ഇതെന്ത് ഷോർട്ട് കട്ടാണോ? ഇതാണോ മെയിൻ വഴി? പക്ഷെ റോഡ് പണി നടക്കുവാണ് ഇവിടെ എല്ലാം. നോക്കി കണ്ടു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് പിടിച്ച് പോയതല്ല. പക്ഷെ എല്ലാം ഇഷ്ടംപോലെ എല്ലാ വണ്ടികളും ഇതിലേ പോകുന്നത്. മെയിൻ വഴി അത്. പക്ഷെ ഇത് റോഡ് പണി. ഇത് റോഡിന് സൈസ് കൂട്ടുമെന്ന് തോന്നുന്നല്ലേ? ഹൈറ്റും വീതിയും എല്ലാം കൂട്ടുക റോഡിന്. ചെറിയ കുഞ്ഞു വഴിയായിരുന്നു. അതാണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതുപുരം വന്നപ്പോഴേ ആ കിടക്കുന്ന ഇതുണ്ടല്ലോ ലൈലാൻഡ്, അത് കിടക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾ വിചാരിച്ചെന്താ? കാരണം ഈ റോഡ് നേരല്ലേ വരുന്നത്. നേരെ വന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കണ്ട ആ ലൈലാൻഡ് ചരിഞ്ഞ് കിടക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച വണ്ടി റോഡിൽ നിന്ന് താഴോട്ട് കുഴിയിലോട്ട് ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചു. ആംബുലൻസ് വരെ ലോക്കായിപ്പോയി. ആംബുലൻസ് സത്യം പറഞ്ഞ വീടാ. ഇറ്റാച്ച് സൈഡൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ആംബുലൻസ് കയറ്റി വിടാം, എമർജൻസി ആണെങ്കിൽ. ഓ, താങ്ങി നിർത്തിയിരിക്കുവാണോ? അയ്യോ, അപ്പൊ ടാസ്ക് ആണ്. ആക്സിഡന്റ് ഒടിഞ്ഞോണ്ട് എന്നിട്ടും പറഞ്ഞു ഇത്രയും ആക്സിഡന്റ് ഒടിഞ്ഞതിന് അത്രയും മെയിൻ്റെനൻസ് ഇല്ലാത്ത വണ്ടി ആയിട്ടില്ലടാ ആക്സിഡന്റ് ഒടിഞ്ഞു പോയി.
ടീച്ചറിനെ കൊന്നേ. കൊന്നേനെ സത്യം. അതുപോലെ ഇവിടുത്തെ ലോക്കൽ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. കേരള സംസ്ഥാനം ആയിരുന്നെങ്കിൽ ണ്ടല്ലോ ഒരു വിഷയം നമ്മൾ സപ്പോർട്ട് ചെയ്യും. പറ്റിപ്പോയ വന്നി പറ്റും ഇവിടെ നല്ലതല്ല. മറ്റേ നമ്മളെ വണ്ടിയിലായിരുന്നെങ്കിൽ കൊന്നേ. വണ്ടി ലോക്ക് ചെയ്തോ? ഇതിനകത്ത് കയറും, സ്റ്റിയറിംഗ് പോലും കാണത്തില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഉത്സവം തിരുവിള കഴിഞ്ഞിട്ട് വരുന്ന പോലെ നോക്കി. ചേച്ചിമാരൊക്കെ സാരിയൊക്കെ കൊടുത്ത് ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകത്തില്ല, ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫീല്. വെയിച്ചറ മോനെ, നമുക്ക് സമയമായിട്ടില്ല. അമ്പോ. അപ്പോൾ ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പാക്കലാം. ഓക്കെ ഓക്കെ. അതിനിടയ്ക്കൂടെ കയറ്റി കയറി പോവാം. റോഡ് ക്ലിയറായി. അതെടുത്ത് മാറ്റില്ലേ?